നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഒളിവിൽ മറയുന്ന തെളിവുകൾ. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് ശക്തമായ തെളിവ് ശേഖരിക്കാനാവാത്ത വിഷമസന്ധിയിൽ പോലീസ്. പ്രതി പൾസർ സുനി ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ലെന്ന സൂചന. സംശയങ്ങൾക്ക് വ്യക്തത തേടി കൂടുതൽ താരങ്ങളുടെ മൊഴിയെടുക്കും. നടി കാവ്യ മാധവനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ജയിലിൽ ഫോൺ എത്തിച്ചത് സഹതടവുകാരന്റെ സുഹൃത്ത് മഹേഷ് എന്ന പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. ഒളിവിലുള്ള മഹേഷിനായി വ്യാപക തിരച്ചിൽ. നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും വിളിച്ചത് പണം ആവശ്യപ്പെട്ടെന്നും സുനി. ഗൂഢാലോചന സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിച്ചെന്നും പോലീസ്. അതേസമയം പോലീസ് മർദ്ദനത്തെക്കുറിച്ചുള്ള സുനിയുടെ ആക്ഷേപം കസ്റ്റഡി അവസാനിപ്പിക്കാനുള്ള തന്ത്രമെന്ന് നിഗമനം. കസ്റ്റഡി റദ്ദാക്കാനുള്ള സുനിയുടെ ഹർജി കോടതി അംഗീകരിച്ചാൽ ഗൂഢാലോചനയ്ക്ക് തെളിവ് തേടുന്ന പോലീസിന് തിരിച്ചടിയാകും. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഹാജരാക്കുമെന്നും സൂചന. ഇണങ്ങാൻ മടിക്കുന്ന കണ്ണികൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംശയിക്കപ്പെടുന്നവരിലേക്ക് തെളിവിന്റെ കണ്ണികൾ വിളക്കാനാകാതെ പോലീസ്. പ്രതിയുടെ മൊഴികളിൽ നിന്ന് ഗൂഢാലോചന വ്യക്തമാണെങ്കിലും തെളിവുകളുടെ അഭാവം പ്രതിസന്ധിയാകാം. വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന് പിന്നിൽ ഇതേ കാരണം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പങ്കിനൊപ്പം ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും പോലീസ് അന്വേഷണത്തിൽ. നടിയോടുള്ള വൈരാഗ്യത്തിന് പിന്നിൽ ഭൂമി ഇടപാട് സംബന്ധിച്ച ഭിന്നതയെന്ന നിഗമനം. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് നടിയെ ബിനാമിയാക്കി ദിലീപ് കൊച്ചിയിൽ വാങ്ങിയ ഭൂമിയുടെ പേരിലെന്നും സൂചന. അഴിച്ചാൽ തീരാത്ത കുരുക്ക്. കാലിത്തീറ്റ കേസിനു പിന്നാലെ ലാലുവിന് പുതിയ കുരുക്കുമായി CBI. റെയിൽവേ മന്ത്രിയായിരിക്കെ ലാലു നൽകിയ കരാറുകളിലെ ക്രമക്കേടുകളിൽ RJD മേധാവിക്കും ഭാര്യ റാബ്രി ദേവിക്കും മകൻ തേജസ്വി യാദവിനുമെതിരെ കേസ്. അഴിമതിക്ക് തെളിവ് തേടി റാബ്രി ദേവിയുടെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ CBI റെയ്ഡ്. ക്രമക്കേടുകൾ കണ്ടെത്തിയത് 2006 റാഞ്ചിയിലും പുരിയിലും റെയിൽവേ ഹോട്ടലുകളുടെ നടത്തിപ്പിനായി സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയ കരാറുകളിൽ. പ്രത്യുപകാരമായി ലാലുവിനും കുടുംബത്തിനും പാറ്റ്നയിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി ലഭിച്ചതായി CBI. ഈ ഭൂമിയിൽ ലാലുവിന് ബന്ധമുള്ള നിർമ്മാണ കമ്പനി വ്യാപാര സമുച്ചയം പണിയുന്നതായും കണ്ടെത്തൽ. മാറ്റത്തിന്റെ G20. കലുഷമായ ലോകാന്തരീക്ഷത്തിൽ വൻ ശക്തി രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിന് തുടക്കം. ജർമ്മനിയിലെ ഹാംബർഗ് ആതിഥ്യമരുളുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഉച്ചകോടിയിലെ ശ്രദ്ധാകേന്ദ്രമാകാൻ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും ആദ്യമായി നേർക്കുനേർ. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള ഭീകരത, വ്യാപാര കരാറുകൾ, ആരോഗ്യ പരിരക്ഷ എന്നിവ മുഖ്യ അജണ്ട. പാരീസ് ഉച്ചകോടി ബഹിഷ്കരിച്ച ട്രംപിനോടുള്ള എതിർപ്പ് ലോകരാജ്യങ്ങൾ പരസ്യമാക്കാം. യോഗത്തെ ശബ്ദായമാനമാക്കാൻ ഖത്തർ ഉപരോധവും ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണവും. തുറന്ന വ്യാപാര കരാറുകളുടെയും സ്വതന്ത്ര വിപണിയുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന ചർച്ചകളും യോഗത്തിൽ. G20 ഇന്ത്യ ചൈന ഉഭയകക്ഷി ചർച്ച റദ്ദാക്കിയതിനു പിന്നാലെ അതിർത്തി മേഖലയിൽ യുദ്ധസമാനമായ പരിശീലനം നടത്തി ചൈന. ടാങ്കറുകളടക്കം പുത്തൻ സന്നാഹങ്ങളുമായുള്ള പരീക്ഷണത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഔദ്യോഗിക വാർത്താ ഏജൻസി. അതിർത്തിയിൽ സംഘർഷം തുടർന്നാൽ സൈനിക മാർഗം തേടേണ്ടി വരുമെന്ന ചൈനീസ് മുന്നറിയിപ്പിന് അതേ നാണയത്തിൽ മറുപടി നൽകി ഇന്ത്യ. ചൈന കണ്ടിട്ടുള്ളത് 1962 ഇന്ത്യയെ മാത്രമെന്ന് പ്രതിരോധ മന്ത്രാലയം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.